Good afternoon. Good afternoon, ma'am. Good afternoon. Ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ Prayer ആരുടെയും ഞാൻ പറയാമേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സൗമ്യ. Okay. O God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us friendly. Help them to be gracious to us and bring out the talent that is within us. Thank you, Miss. Then signing. സൈനിങ് ഞാനാണ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ, ഉറക്കത്തിൽ നാം കാണുന്നതല്ല, മറിച്ച് നമ്മെ ഉറക്കാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നിടുമ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പരതി നോക്കുക. ഒരു സുവർണ അവസരം എവിടെയെങ്കിലും കണ്ടേക്കാം. ജീവിത വിജയം ആസ്വദിക്കാൻ മനുഷ്യന്റെ ജീവിതത്തിൽ യാതനകൾ ആവശ്യമാണ്. വിജയഗാഥകൾ വായിക്കരുത്, അവ നമുക്ക് സന്ദേശങ്ങൾ മാത്രമേ നൽകുള്ളൂ. പരാജിതരുടെ കാര്യങ്ങൾ പഠിക്കുക, ജയിക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ലഭിക്കും. ജീവിതവും സമയവുമാണ് ലോകത്തെ ഏറ്റവും നല്ല അധ്യാപകർ. ജീവിതം സമയത്തിന്റെ സദുപയോഗം പഠിപ്പിക്കുമ്പോൾ സമയം ജീവിതത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്താകട്ടെ ഒരു ലൈബ്രറിക്ക് തന്നെ സമവും. രാജ്യം അഴിമതിരഹിതവും സുന്ദരവുമാക്കണമെങ്കിൽ 3 താക്കോൽ സ്ഥാനക്കാർ ആവശ്യമാണ്. അത് അമ്മ, അച്ഛൻ, അധ്യാപകർ എന്നിവരാണവർ. സ്നേഹിക്കുവാനായി ജീവിതം പോരാ, പഠിക്കാത്തവന് വെറുക്കാൻ ധാരാളം സമയമുണ്ടാകും. സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ അതിനെ പോലെ ജ്വലിക്കുകയും വേണം. കൃത്രിമ സന്തോഷത്തിന് പിറകെ ഓടാതെ ഈടുറ്റ നേട്ടങ്ങൾക്കായി സ്വയം സമർപ്പിക്കുക. നിങ്ങൾക്ക് ഭാവിയെ മാറ്റിമറിക്കാനാവില്ല, പക്ഷേ സ്വഭാവത്തെ മാറ്റാനാകും. സ്വഭാവം നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുമെന്നത് തീർച്ച. സൈനിങ് ഇൻ സംഗീത. താങ്ക് യു മാം. Okay, very good. Then thought of the day. Yes, Jnana. Be strong but not rude. Be kind but not weak. Be humble but not shy. Be proud but not or arrogant. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് റെഡി ആക്കിയിട്ടുണ്ടോ? Yes, ma'am. Ready ആക്കിയിട്ടുണ്ട്. റെഡി ആക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. നമുക്ക് തുടങ്ങാല്ലേ ഇത്? ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രിപ്പറേഷന് വേണ്ടി എന്താണ് ഫസ്റ്റ് ചൈനീസ് സിസ്റ്റർ മതിയോ? ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ആദ്യം ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം. രണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ചൈനീസ് സിസ്റ്ററും ഉണ്ട്, സൈമൺ. ചൈനീസ് സിസ്റ്ററിനുള്ളവര് സൂര്യ, റസ്മിന, സിജി, സംഗീത, വിജി, ഷിൽജി, ആര്യ, ഷമീമ, ജിഷ. ഇത്രയും പേര് പിൻ ചെയ്യാൻ പറ്റുമോ മിസ്? ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾക്കത് റെക്കോർഡ് ആക്കാൻ പറ്റുമോ? റെക്കോർഡ് ആക്കാൻ പറ്റുമോ വീഡിയോ? അതെങ്ങനെയാ? അത് അറിയില്ല അല്ലെ? ഒരു സെക്കൻഡ്, ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്.
നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സുറുമി. ഓക്കെ മിസ്. ഫസ്റ്റ് സൂര്യയാണ്. സൂര്യ പ്രസന്റ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ചെവി കുത്തി പിടിക്കാതെ ഉദ്ദേശിച്ചിരിക്കണത്. രണ്ടാമത്തെ ആളൊഴിച്ച് ബാക്കി ചെവി കുത്തി പിടിച്ച് കേൾക്കാതിരിക്കാം. എന്നിട്ട് ബാക്കി അതിലിപ്പോ ഷിൽജി ഉണ്ടാവില്ല. ഷിൽജി നമ്മുടെ 7ാമത്തെ നമ്പർ ഷിൽജി ആയിരുന്നു. ഷിൽജി ഉണ്ടാവില്ല. ഷിൽജിക്ക് പകരം വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യാമോ? ആരെങ്കിലും? സൗമ്യ ജോയിൻ ചെയ്യാമോ? ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്പർ 7 ആണ് കേട്ടോ. 7. ഓക്കെ. സൂര്യ ആൻഡ് റസ്മിന. സൂര്യ പറഞ്ഞോളൂ. ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാനാണോ സുറുമി? സ്റ്റാർട്ട് ചെയ്തോ. റസ്മിന രണ്ടാമത്തെ. റസ്മിനെ കേട്ടോട്ടാ. ഞാനെല്ലാം ചെയ്തി പിടിച്ചോളാം. ഓക്കെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത പ്രകാരം എല്ലാവരും ജോയിൻ ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞങ്ങൾ ഇന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് ചൈനീസ് വിസ്പർ എന്ന് പറയുന്ന ഗെയിമാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നു. ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത ആളിലേക്ക് ഒരു വിവരങ്ങൾ കൈമാറുകയും ഒരേ തവണ പറയുമ്പോൾ അത് ചെറുതാകുകയും ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ആണ്. അതാണ് ചൈനീസ് വിസ്പർ എന്ന് പറയുന്ന ഗെയിം. നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ചെറുതായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ. ഞാനൊരു ചെറിയൊരു ഒരു പാരാഗ്രാഫിലെ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. റസ്മിന റെഡി അല്ല? ഞാൻ പറയാൻ പോവാന്നേ. റസ്മിന? റെഡി. ഓക്കെ. ബാക്കിയുള്ളതെല്ലാം ചെവി പൊത്തി പിടിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ. സ്റ്റാർട്ട്. എന്റെ കഥയുടെ പേരാണ് പണി. വീരണ്യപാളയ ദേശം ഭരിച്ചിരുന്ന ത്രികോവിലകൻ ത്രയംബകൻ എന്ന മഹാരാജാവ് തന്റെ 2.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാര സമുച്ചയത്തിന് മുഖമണ്ഡപം പണിയുവാൻ തീരുമാനിച്ചു. തിരുമലപുര ദേശത്തു നിന്നും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ത്രിവിക്രമനെയും ശില്പവേളയിൽ നിപുണന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തി. അവർ 1.5 മാസവും 1.5 ആഴ്ചയും നീണ്ട യാത്രയിൽ ശ്രീ മര്യാദരാമൻ ഓടിച്ചിരുന്ന ദ്രൗപദി ബസിൽ കയറി പകൽ 12:45 ത്രികോവിലകത്ത് എത്തിച്ചേർന്നു. റസ്മിന ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടി പറയണം. പണ്ട് വീരണ്യപാളയം ദേശം ഭരിച്ചിരുന്ന ത്രികോവിലകൻ ത്രയംബകൻ എന്ന മഹാരാജാവ് തന്റെ 2.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാര സമുച്ചയത്തിന് മുഖമണ്ഡപം പണിയുവാൻ തീരുമാനിച്ചു. തിരുമലപുര ദേശത്തു നിന്നും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ത്രിവിക്രമനെയും ശില്പവേലയിൽ നിപുണന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തി. അവർ 1.5 മാസവും 1.5 ആഴ്ചയും നീണ്ട യാത്രയിൽ ശ്രീ മര്യാദരാമൻ ഓടിച്ചിരുന്ന ദ്രൗപദി ബസിൽ കയറി പകൽ 12:45 ത്രികോവിലകത്ത് എത്തിച്ചേർന്നു. ഓക്കെ. ഓക്കെ. റസ്മിനോടാണ് പറഞ്ഞത്. സിജി. ഓക്കെ. അതിന് ഒന്നും കൂടി പറഞ്ഞോളൂ. ഹലോ റസ്മിന പറഞ്ഞോടാ. ഞാൻ എന്നോട് ഒരുപാട് പേര് വിട്ടുപോയി. ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. പറയ്. ത്രിവിക്രമൻ എന്ന് പറയുന്ന ആളുടെ രാജാവിന്റെ രാജ്യത്തിന് എന്താ പറയാ, കോവിലകത്തിന്റെ സംഭവം ഉണ്ടാവല്ലോ, പേരുന്ന ആ സംഭവത്തിന് എന്താ പറയാ, മുഖപടം നിർമ്മിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, കോവിലകത്തിന്റെ മുഖപടം നിർമ്മിക്കാൻ വേണ്ടിട്ട് കുറച്ച് പണിക്കാരെ വിളിച്ചു. പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നുപോയി. അവര്
1.5 മാസം യാത്ര ചെയ്ത് 1.5 മാസം സമയെടുത്തിട്ട് ദ്രൗപദി ബസ് കയറി 12:15 അവിടെ എത്തി. മനസ്സിലായല്ലോ? നല്ല കടുപ്പുള്ള വാക്കാന്ന്, കുറച്ച് കുറക്ക്. ഒന്നും ഓർമ്മ കിട്ടത്തില്ല. മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയാ? ഒരുവിധം. ഒരു മര്യാദരാമൻ ആരേനു? ഒരു മര്യാദരാമനും കൂടി ഉണ്ടായിരുന്നു. മര്യാദരാമനാണെന്ന് തോന്നുന്നു ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരിൽ പെട്ടുന്ന ആള്. ദ്രൗപദി ബസ്. ഓക്കെ, ദ്രൗപദി ബസ് കയറിയിട്ടാണ് വരുന്നത്. മനസ്സിലായാ? ത്രിവിക്രമന്റെ മുഖപടം, കോവിലകത്തിന്റെ മുഖപടം നിർമ്മിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ മര്യാദരാമന്റെ കീഴിലുള്ള ആൾക്കാര് ഒരു മാസം 1.5 മാസം എടുത്തിട്ട് ദ്രൗപദി ബസ് കയറിയിട്ട് അവിടെ എത്തി. അത്രയാണ്. ഇത് ഫസ്റ്റ് മൊത്തം മാറി. ദൈവമേ. സൂര്യ ഇത്ര വേണ്ടേരും കേട്ടാ, കുറച്ച് കുറക്കരും. ശരിയെന്നാ, അടുത്ത നമുക്ക് എന്താവും നോക്കാം. അടുത്ത ആളോട് പറ. വേഗം മറന്നു പോവും. വേഗം ആവട്ടെ. അടുത്തത് ആരാടാ? സംഗീതല്ലേ? മൈക്ക് ഓൺ ആക്കടാ. പറയട്ടെ? ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവ്, ത്രിവിക്രമൻ എന്ന് പേരുള്ള രാജാവിന് ആളുടെ കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് പണിക്കാരെ ഏൽപ്പിച്ചു. പണിക്കാര് 1.5 കിലോമീറ്റർ ദ്രൗപദി ബസ്സിൽ കയറി സഞ്ചരിച്ചിട്ട് മര്യാദരാമൻ എന്ന് പറഞ്ഞ ആരോ ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ കീഴില് പണി ചെയ്തു. അത്രയാണ്. മനസ്സിലായ? ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവിന് കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കണം. അപ്പോ ആള് കുറച്ച് പണിക്കാരെ ഏൽപ്പിച്ചു. അത് മര്യാദരാമൻ എന്ന് പറഞ്ഞ ആളുടെ കീഴിലുള്ള പണിക്കാരായിരുന്നു. അവര് 1.5 കിലോമീറ്റർ ദ്രൗപദി ബസ്സിൽ പോയി സഞ്ചരിച്ചിട്ട് അത് ശരിയാക്കി ഉണ്ടാവും തോന്നുന്നുണ്ട്. കഴിഞ്ഞു. സുർമിയല്ലേ എടുത്തത്? സുർമി. ഹലോ സുർമി. ഹലോ സംഗീത പറയാണോ? പറയട്ടെ? എന്നോട് പറഞ്ഞു. ത്രിവിക്രമൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ. കേൾക്കുന്നില്ല സംഗീത, കേൾക്കുന്നില്ല. ത്രിവിക്രമൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചു. അവര് മര്യാദാരാമൻ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ദ്രൗപദി ബസ്സിൽ കയറി 1.5 കിലോമീറ്റർ പോയിട്ട് അവരവിടെ ചെന്നിട്ട് ആരെയോ കണ്ടു. അത്രേ ഉള്ളൂ. എന്നിട്ട് അവരത് ശരിയാക്കി. അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് കേട്ടുള്ളൂ. ഞാൻ ഓക്കെ, ഞാൻ നെക്സ്റ്റ് വിജിയോടെ പറഞ്ഞു. വിജിയോട് പറഞ്ഞു. വിജി റെഡിയാണോ? വിജി? കേക്കുണ്ട് സുർമി, പറഞ്ഞോ. ഓക്കെ. ത്രിവിക്രമൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു. അവര് മര്യാദരാമൻ എന്നൊരാളെ കൂട്ടി ത്രിപുര ബസ്സിൽ കയറി 1.5 കിലോമീറ്റർ പോയി അവരത് ശരിയാക്കി. അത്രയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ,
നെക്സ്റ്റ് ഷിൽജി ഇല്ല, ഷിൽജിക്ക് പകരം സൗമ്യാണ്. സൗമ്യ സൗമ്യ പറഞ്ഞു. പറയട്ടെ, കേക്കുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കൊട്ടാരത്തിന്റെ എന്താ മൂടുപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്താ ഏതോ മര്യാദരാമന്റെ അടുത്തേക്ക് പോയിരുന്നു. ദ്രൗപദി ബസ്സിൽ കയറിയിട്ട് അവര് എവിടെയോ പോയി, എന്നിട്ട് അവിടെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞു. മനസ്സിലായ? ഒരു ത്രിവിക്രമൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് ദ്രൗപദി ബസ്സിൽ കയറിയിട്ട് 1.5 കിലോമീറ്റർ പോയിട്ട് മര്യാദരാമൻ എന്ന് പറഞ്ഞ ആളെ കണ്ട് എന്തൊക്കെയോ ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ, ആരെന്ന് എനിക്ക് പേരറിയില്ല. സുറുമി. നെക്സ്റ്റ് ആര്യ. ശരി. ആര്യ ഉണ്ടോ? മൈക്ക് ഓണല്ലേ? ഓക്കെ, പറയട്ടെ. പറയട്ടെ. ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുഖബലം പണിയാനായിട്ട് സൗമ്യല്ലേ പറയേണ്ടത്? ഞാനല്ലേ പറയേണ്ടത്? സൗമ്യാണ് പറയേണ്ടത്. സൗമ്യ പറഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ശരി, പറ. ത്രിവിക്രമൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ മുഖപടം ശരിയാക്കാനായിട്ട് ദ്രൗപദി ഭടന്മാര് ഏൽപ്പിക്കുകയും അവര് ദ്രൗപദി ബസ്സിൽ കയറി പോയി അവരത് ശരിയാക്കി. ഓക്കെ, ആര്യ കേട്ടോ? ആര്യ ഷമീമ. പറഞ്ഞോളൂ. ആര്യല്ലേ പറയേണ്ടത്? ഇനി ആര്യ എനിക്ക് പറഞ്ഞായിരുന്നു. ഷമീമ വീഡിയോ ഓൺ ചെയ്യാമോ? ആര്യ മൈക്ക് ഓഫ് ആണ്. ഓക്കെ. ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മുഖപടം പണിയാനായിട്ട് ആരെയോ ബസ്സിൽ കയറി ഭടന്മാരും ഒത്തു പോയി. അത്രേ ഉള്ളു. ഷമീമ. ഷമീമ ടു ജിഷ. പറഞ്ഞു. പറയട്ടെ. ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവ് കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടി എവിടെയോ പോയി, ശരിയാക്കി. ത്രിവിക്രമൻ എന്ന് പറഞ്ഞ രാജാവ് കൊട്ടാരത്തിന്റെ മുഖപടം ശരിയാക്കാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി. ഞാൻ ഒന്ന് പറയട്ടെ. ഹലോ, അടുത്തത് നിസ ഷിഹാബാണോ? ഞാൻ വീഡിയോ വരുന്നില്ല മാഡം, ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. ഒന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. സുറുമി എവിടെ പോയി? സുറുമി പോയോ? ഓക്കെ, പറഞ്ഞോളൂ. ത്രിവിക്രമൻ എന്ന രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മുഖപടം പണിയുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ ഭടന്മാരെ ഏൽപ്പിച്ചു. അവർ 1.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ബസ്സിൽ കയറി മര്യാദരാമൻ
ഹലോ എന്നയാള് മിസ് കണ്ടെത്തി. ജിഷയുടെ വരെയുള്ളൂ കേട്ടോ. അതിനുശേഷം ആ പണി അവരെ ഏൽപ്പിച്ചു. ഇത്രയാ കേട്ടത്. മിസ് കളി ജിഷ വരെയേ ഉള്ളൂ. അത് നിസ കഥ കേട്ട് പറഞ്ഞായിരിക്കും. കളി ജിഷ വരെയേ ഉള്ളൂ കേട്ടോ. ഇനി ഇനി സൂര്യ എവിടെ? സൂര്യ വായിച്ചാൽ അവിടെ പോയി ഓക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഞാൻ അന്നേരം കഥ വായിക്കാം. കഥയുടെ പേര് പണി. പണ്ട് വീരണ്യപാളയ ദേശം ഭരിച്ചിരുന്ന ത്രികോവിലകൻ ത്രയംബകൻ എന്ന മഹാരാജാവ് തന്റെ 2.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാര സമുച്ചയത്തിന് മുഖമണ്ഡപം പണിയുവാൻ തീരുമാനിച്ചു. തിരുമലപുര ദേശത്തു നിന്നും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ത്രിവിക്രമനെയും ശില്പവേലയിൽ നിപുണന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തി അവർ 1.5 മാസവും 1.5 ആഴ്ചയും നീണ്ട യാത്രയിൽ ശ്രീ മര്യാദരാമൻ ഓടിച്ചിരുന്ന ദ്രൗപദി ബസ്സിൽ കയറി പകൽ 12:45 ത്രികോവിലകത്ത് എത്തിച്ചേർന്നു. ഇതാണ് കഥ, ഫുള്ള് കഥ. കുറച്ച് കട്ടിയായി പോയി, സോറി. സാരില്ല, നല്ല രസമുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാ പറഞ്ഞ മര്യാദരാമൻ ആരായിരുന്നു? സൗമ്യ ഈ കഥ കേട്ടാലും കുഴപ്പമില്ല, ഒന്നും മനസ്സിലാകത്തില്ല. ഭയങ്കര കോമഡിയായിരുന്നു. ആമയുടെയും മൊയിലിന്റെയും കഥ പ്രതീക്ഷിച്ച് ഇരുന്നവർക്ക് കിട്ടിയൊരു പണിയാണിത്. നല്ല നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയാ ചിരിക്കുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓരോരുത്തർ പറയുമ്പോഴും ആ ഒരു ഫീല് അനുഭവപ്പെട്ടു ഇവിടെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നതിന്റെ അങ്ങനെ തോന്നിയില്ല എല്ലാവർക്കും? അതെ അതെ, കഥയുടെ പേര് പോലെ തന്നെ നല്ല പണിയായിരുന്നു. ഓർമ്മ നിൽക്കില്ല. നല്ലൊരു ക്ലാസ് പോയിട്ടോ. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു ഗെയിം സക്സസ് ആക്കിയതായിരുന്നു. നെക്സ്റ്റ് ഗെയിം ഏതായിരുന്നു ഇനി? സൈമൺ സേസ് ഉണ്ട്. സൈമൺ സേസിന് 10 പേരാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അഖില, ജിഷ, ജോഫി, നെസിയ, നിസ, റംസീന, സൗമ്യ, ഷാഹിദ, ഷിൽജി. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഓൺ ആക്കി വെച്ച് നോക്കിയിരിക്കാം. മറ്റു താല്പര്യമുള്ളവർക്ക്. മിസ്സിനെ എല്ലാവരെയും കാണാൻ പറ്റില്ലേ? എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാം. സൈമൺ സേസ് എന്ന് പറഞ്ഞ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവതരിപ്പിക്കുന്ന ആള് ഓരോ ആക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് പറയും. അത് സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറയുമ്പോ തലയിൽ തൊടാം. സൈമൺ സേസ് ഇല്ലാതെ പറയുകയാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഔട്ട് ആയിപ്പോ. ശരിക്കും ഗെയിം അങ്ങനെയാണ്. ഇപ്പൊ സൈമൺ സേസ് ടച്ച് യുവർ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ തൊടണം. ടച്ച് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ ഔട്ട് ആവും. കാരണം സൈമൺ സേസ് ടച്ച് യുവർ ഐസ് എന്ന് പറഞ്ഞില്ല. സൈമൺ സേസ് ചേർത്ത് പറഞ്ഞാൽ മാത്രമാണ് തൊടാൻ പോളോ, എങ്കിലാണ് ജയിക്കോളോ. അല്ലാതെ സൈമൺ സേസ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ആൾ ഔട്ട് ആയി പോകും. അതാണ് ഗെയിം. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കാം. മിസ് അത് നോക്കിക്കോളും, ആരാണ് ഔട്ട് ആവണമെന്ന് മിസ് നോക്കിക്കോളും. ഓക്കെ. ഹലോ, എനിക്ക് പകരം ഒരാൾ കേറാമോ? ഞാൻ പുറത്താണ്, ഓൺ ആക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. താല്പര്യമുള്ളവരെല്ലാരും വീഡിയോ സൂര്യ ചെയ്യുന്നുണ്ടോ? ഈ ഗെയിം ചെയ്യുന്നുണ്ടോ സൂര്യ? ഇല്ല മാം. ഓക്കെ, സൂര്യ നമുക്കൊന്ന് മോണിറ്ററായിട്ട് കിട്ടാം. ഞാനും വിട്ടുപോയി കഴിഞ്ഞാല് ഒരാളെ കൂടി ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ മാം? ഇവള് കരച്ചിലാണ് മാം. കരച്ചിലാണ് അല്ലേ? ഓക്കെ. വേറെ ആരാണ്? സുറുമിയുണ്ടോ? സുറുമി പറയുന്ന ആളാണോ? ഞാൻ പറയുന്ന ആളാണ്. പക്ഷെ എനിക്ക് എല്ലാവരും ഫുൾ കാണാൻ പറ്റില്ലല്ലോ. ഫോണിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചോളാം മാം. ഔട്ടായത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഔട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ കേട്ടോ ഒന്ന്. ഓക്കെ. ചിലപ്പോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ നോക്കിയിട്ടാണ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Simon says, touch your nose. Simon says, touch your head. Simon says, touch your eyes. Touch your cheek. Soumya ഔട്ടായി. സൗമ്യ ഔട്ടായി. സൈമൺ സേസ് എന്ന് പറഞ്ഞില്ലായിരുന്നു, അതല്ലാതെയാണ് പറഞ്ഞത്. നെക്സ്റ്റ്, സൈമൺ സേസ് ടച്ച് യുവർ നെക്ക്.
ടച്ച് യുവർ ചെസ്റ്റ്. ആര്യ ഔട്ടായി, സൈമൺ സേസ് പറഞ്ഞില്ലായിരുന്നു. Then next, touch your hair. Then touch your eyes. നിസ ഔട്ടായി, ടച്ച് സൈമൺ സേസ് പറഞ്ഞില്ലായിരുന്നു. Then നിഷ. പിന്നെന്താ നീ? Simon says touch your eyes. Simon says touch your hair. Touch your nose. Touch your neck. Simon says touch your elbow. Simon says touch your neck. Touch your eyes. Touch your lip. Simon says touch your nose. Simon says touch your head. നസിയ കണ്ണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. Then Simon says touch your head. Touch your nose. Touch your neck. Simon says wave your hand. Then hold your hands. റംസീന പോയി, സൈമൺ സേസ് പറഞ്ഞില്ല. Then Simon says, എന്തൊക്കെ പറയാ? Simon says raise your notebooks. Then Simon says raise a pen. Then touch your nose. Touch your neck. Simon says touch your head. Simon says keep smile. Simon says keep crying. എല്ലാരും ചിരിച്ചോണ്ടാണല്ലോ കരയുന്നേ. Then touch your head. Then touch your nose. Simon says touch your cheek. Touch your eyebrows. ഇവിടെ ഔട്ടാവണില്ലല്ലോ. Simon says touch your head. Then touch your lip. Touch your neck. Simon says touch your head. Touch your neck. Simon says touch your knee. Simon says touch your knee. Simon says touch your elbow. Then touch your neck. Okay, Miss, ഇത് മതിയില്ലേ? മതി മതി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതുപോലുള്ള ഗെയിംസ് കൊണ്ടുവരാം കേട്ടോ. ഇന്നത്തെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പൊ ഒരു എന്താ പറയാ, നല്ല ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് പോലെ തോന്നുന്നില്ല എല്ലാവരും? യെസ് മാം, നല്ലതാണ്. എല്ലാവരും പരിചയപ്പെടാനും കൂടി ഒരു നല്ലതാണ്. എങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ കുറച്ചും കൂടി അടുക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഓരോരോ കാര്യങ്ങളായി നമ്മൾ ബിസി ആവുമല്ലോ. ഇത് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി സംസാരിക്കും, കുറച്ചും കൂടി അടുക്കും. നല്ലതാണ്. അതെ, എല്ലാരെയും നമ്മള് പേരിൽ മാത്രമല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നേരി എല്ലാരെയും കണ്ടത് സന്തോഷം. ഇനി ചേരാത്ത ആൾക്കാരുണ്ട്, അപ്പൊ ഇനി അടുത്ത ആക്ടിവിറ്റിയിലൊക്കെ അവരെ പങ്കെടുത്ത് കാണാം.
അടുത്ത ആക്ടിവിറ്റിയിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തരുമ്പോൾ ഓരോരോ ആളുകളായിട്ട് വന്ന് അതിനകത്ത് പങ്കുചേരുക. അപ്പൊ നല്ലൊരു എന്താ പറയാ, എല്ലാവരും തമ്മിൽ നല്ലൊരു കോർഡിനേഷനും എന്താ പറയാ പരസ്പരം അന്യോന്യം മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? മാം ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലയോ? എന്താണ് നമ്മളിപ്പോ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലയോ? ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എഡിറ്റ് അങ്ങനെ എന്താണ് തോന്നുന്നത്, അറിയില്ല കറക്റ്റ് ആയിട്ട്. ഞാനോട് ചോദിച്ചപ്പോ അതായത് മുമ്പത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ സെലിബ്രേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഇവിടെ ചോദിക്കട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. ചൈനീസ് വിസ്പറും സൈലൻസ് വിസ്പറും നിങ്ങൾ ചെയ്തത് ഒന്നുകൂടി എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ചോദിച്ചു നോക്കട്ടെ കേട്ടോ, പറ്റുമെങ്കിൽ ചെയ്യാം. വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ട ടീച്ചറെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ ചെയ്യാനായിട്ട്? ഇല്ല. ഓക്കെ, ഇല്ല മാം. നമ്മള് വായിച്ചു നിർത്തിയത് എനിക്ക് തോന്നുന്നു ബുക്സ് റീഡിങ് അല്ലെ? ബുക്കുകൾ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് അല്ലെ, അതല്ലേ പറഞ്ഞു വന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത് റീഡിങ് ഹാബിറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ബുക്സ്? ഓക്കെ, അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം മിന്നാമിന്നി, പിന്നെ ബാലരമ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ് ഇതുവരെ വായിച്ചതിൽ വെച്ച്? ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം, പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, ഞാൻ ഈ PDF ഒന്ന് എടുത്തിട്ട് ഇതിന്റെ ഓക്കെ. റസ്മിന, ഓക്കെ മാം. ഏതാണ് ഇഷ്ടപ്പെട്ട ബുക്ക് ഇതുവരെ ഈ വയസ്സ് വരെ വായിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? എനിക്ക് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ബഷീറിന്റെ എല്ലാ ബുക്സും ഭൂരിഭാഗം ബുക്സും വായിച്ചിട്ടുണ്ട്. അതിൽ ബാല്യകാലസഖി എന്റെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. ചെറുകഥകളിൽ എന്റെ ഉപ്പൂപ്പക്കാരാനുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥ. ഇപ്പം വായന കുറവാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് വായന. ഇപ്പം വായന കുറവാണ്. ടൈം കിട്ടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിതായി പോവും. പക്ഷെ വായിക്കാനുള്ള എന്താ പറയുക, കുറഞ്ഞു പോയി എന്ന് പറയാം. ഫോൺ വന്നതിന് ശേഷം വായന വളരെ കുറവായിട്ടാണുള്ളത്. ഇപ്പോ വിചാരിക്കുന്നുണ്ട് വീണ്ടും വായന സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മതപരമായിട്ട് റിലീജിയൻ പരമായിട്ടുള്ള ഖുറാൻ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ അറബിയിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ അതിന്റെ മലയാളം മീനിങ്, അതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഞാൻ കറണ്ടായിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ നമ്മുടെ ഹോളി ഖുറാൻ എന്ന് പറയുന്ന സംഭവം. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മറ്റു ബുക്സും വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കണം. നമുക്ക് മാസത്തിൽ ഒരിക്കലും ഒരു ബുക്ക് റിവ്യൂ ചെയ്താലോ? ഓരോരുത്തരായിട്ട് ഒരാളെ ചെയ്താൽ മതി, ഒരു മാസത്തിൽ ചെയ്താലോ? നല്ലതല്ലേ? ഓക്കെ, നല്ലത്. ആഴ്ചയിലല്ല കേട്ടോ, കാരണം ആഴ്ചയിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ബുക്ക് റീഡ് ചെയ്ത് ചിലപ്പോ തീരില്ല. അതുകൊണ്ട് അത് വേണ്ട. ഒരു മാസത്തില് ഒരു ബുക്ക് ഒരാളൊന്ന് റീഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കോഴ്സ് തീരുമ്പോഴത്തേനും 6-7 ബുക്ക് 8 ബുക്കുകളോളം നമ്മൾ കംപ്ലീറ്റ്, അതായത് റീഡ് ചെയ്ത് കഴിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് ഒന്ന് ചുരുക്കി എഴുതുക. ആ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആടുജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ ബ്രീഫ് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ല ചുരുക്കി പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ബുക്കുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് കൂടി ഒരു ധാരണ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്താണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് ഒരു മാസത്തിൽ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക കേട്ടോ. ആടുജീവിതം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ആ സിനിമ കണ്ടതോടെ ആ ബുക്സ് വായിക്കേണ്ടി വരൂല. കാരണം അത്രയും മനോഹരമായിട്ട് ആ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. അത് അപ്പാടെ അതിൽ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഞാൻ ആ മൂവി കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആ ബുക്കാണ് വായിച്ചിട്ടുള്ളത്. ആ ബുക്ക് വായിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 10-13 വർഷം മുമ്പാണ് ഞാൻ ആ ബുക്ക് വായിച്ചത്. ആ സിനിമ ഇതുവരെ കാണേണ്ടി വന്നിട്ടില്ല. കാരണം ആ ബുക്ക് ഇപ്പോഴും അതുപോലെ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ഞാൻ വായിച്ച കാര്യങ്ങള്. അതുകൊണ്ട് ആ സിനിമ, കാരണം സിനിമ കണ്ടു കഴിഞ്ഞാൽ ബുക്കിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക്. അപ്പൊ അതുകൊണ്ട് സിനിമ കാണേണ്ടി വന്നിട്ടില്ല. അപ്പൊ കാരണം അത്രയും നന്നായിട്ടാണ് ബെന്യാമിൻ അത് എന്താ പറയാ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ എത്രത്തോളം നമുക്കത് നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടെന്ന് മനസ്സിലാവും അല്ലെ? കൂടുതലായിട്ട് എത്രയോ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഓക്കെ, അതാണ് ആ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് അത് മാസത്തില് ഒരാഴ്ച, അതായത് ഞാൻ വരുന്ന ക്ലാസ്സിൽ ഒരു ദിവസം എന്ത് ചെയ്യാം, അത് റീഡ് ചെയ്യാന്നല്ല, റീഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് നിങ്ങൾ ചുരുക്കി ഒന്ന് എഴുതിയിട്ട് പ്രസംഗിക്കാം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണ് മാം, പരമാവധി ശ്രമിക്കാം. പരമാവധി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ മതി. ആരാണ് ഇപ്പൊ ഈ മാസം ആരാണ് വായിക്കുന്നത്? ഈ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീരും, അടുത്ത ക്ലാസ് ആവുമ്പോഴത്തേനും ഒക്ടോബർ ആവും അല്ലെ? അപ്പൊ ആ ഒരു മന്ത് ആരാണ് വായിക്കുന്നത്, ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് ഒന്ന് ഇൻഫോം ചെയ്യുക. എന്നിട്ട് വായിക്കുക കേട്ടോ. പ്രിപ്പയർ ചെയ്യുക. എപ്പോഴത്തേക്കാണ്? അടുത്ത മാസം ഫസ്റ്റ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സമയം, ആ സമയത്ത് ഒന്ന് വായിച്ചിട്ട് അതിന്റെ ബ്രീഫ് ഒന്ന് അവതരിപ്പിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇതിലോട്ട് വരാം. എന്താണ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്തേ, സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സഫീദക്ക് റീഡ് ചെയ്യാമോ? ആ ടീച്ചർ റീഡ് ചെയ്യാം. Sequence of language development. There may be individual differences so far as the language development is connected, but the order remains the same for all. The general arrangements of language development is as follows. At birth, language is practically absent. At about 4 weeks, small throat sounds are noticed. The starting point in language development is the child's smile and cooing at the age of 16 weeks. Around 28 weeks, the babbling stage begins. Around 40 weeks, the baby imitates sound made by adults and takes the sound into his own system. Now the baby says one word. Around 52 weeks, the baby says 2 or more words. Around 18 months, the baby combines words to form basic sentence pattern. Around 24 months, the baby uses simple phrases and understands simple directions. Around 36 months, the child's vocabulary enormously increases. Now he talks in sentences and answers simple questions. Around 4 years, the child uses conjunctions and understands prepositions. Around 5 years, the child speaks without infantile articulation. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, എടുത്തിട്ടില്ല. അല്ലേ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമോ സഫീദ അതിനകത്ത് പറയുന്ന കാര്യങ്ങള്? അത് ജനന സമയത്ത് ലാംഗ്വേജ് ഫുൾ ആബ്സെന്റ് ആയിരിക്കും. കുട്ടികൾക്ക് എന്താണ് നമുക്ക് സംസാരിക്കുന്നതിനോട് പ്രതികരിക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ലാംഗ്വേജ്. അത് 4 weeks ആകുമ്പോഴാണ് അവര് ചെറിയ ചെറിയ സൗണ്ടുകൾ അവരുടെ ത്രോട്ട്സിൽ നിന്ന് ചെറിയ സൗണ്ടുകൾ അവര് പുറപ്പെടുവിക്കുക, നമ്മളത് നോട്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുക. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ദ ചൈൽഡ് സ്മൈൽ. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ ചിരിയിലൂടെ അത് എക്സ്പ്രസ് ചെയ്യും. അതുപോലെ കൂയിങ് സൗണ്ട്സ് ഉണ്ടാക്കും ഒരു 16 weeks ഒക്കെ ആയാല്. അതുപോലെ 28 weeks ഒക്കെ ആയാല് പിന്നെ ബാബ്ലിംഗ് സ്റ്റേജ് ഒക്കെ തുടങ്ങും. ഈ കുട്ടികൾ വായ കൊണ്ടുള്ള ഓരോ സൗണ്ടും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ 40 ആഴ്ച ആയാല് കുട്ടികൾ എന്തിന്റെങ്കിലൊക്കെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. അതുപോലെ വലിയവര് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന സൗണ്ടുകൾ അവരതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
പിന്നെ അതുപോലെ എന്തെങ്കിലും ഒറ്റ വാക്കുകൾ അവർ പറയാൻ ശ്രമിക്കും. വലിയവര് പറയുന്നത് കേട്ടിട്ടുള്ള എന്തെങ്കിലും ഉമ്മ, അപ്പ അതുപോലെയൊക്കെയുള്ള വേർഡ്സുകൾ അവർ പറയും. അതുപോലെ 52 വീക്സ് ആയാല് 1 or 2 വേർഡ്സ് കുട്ടികൾ പറയാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ അതുപോലെ 18 മാസം ഒരു 1.5 വയസ്സൊക്കെ ആയാല് കുട്ടികൾ ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് അതിനെ ഒരു സെന്റൻസ് ആക്കി ഫോം ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതുപോലെ 24 മാസം ആയാല് അവര് ചെറിയ ചെറിയ പാരഗ്രാഫ് പോലെ, എന്നാ അവർക്ക് കറക്റ്റ് ആയിട്ട് ഇത് പറയാനും കഴിയില്ല, അതുപോലെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവര് ഒപ്പിച്ച് പറയും. അതുപോലെ ഒരു 36 മാസം ആയാല് അവരുടെ സംസാര രീതികൾ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ പറയാനും എല്ലാം ശ്രമിക്കും. അതുപോലെ 4 വയസ്സായാല് നമ്മൾ പറയണതിന് അവർക്ക് മനസ്സിലാക്കാനും കൂടുതലായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും കൂടുതൽ പാരഗ്രാഫ് പരമായിട്ട് പറയാനൊക്കെ അവര് ശ്രദ്ധിക്കും. അതുപോലെ 5 വയസ്സായാല് കുട്ടികൾക്ക് ഒരു ഭയം ഇല്ലാതെ അവരുടെ ആ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും, ഇനി കഥയാണെങ്കിൽ കഥ പറയാന്, എന്തെങ്കിലും ഒരു പാട്ട് എവിടെയെങ്കിലും കേട്ടാൽ അത് പാടാന്, അങ്ങനെയുള്ള കഴിവുകളൊക്കെ 5 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സീക്വൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആബ്സെന്റ് ആണ്. അതായത് കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല, അല്ലെ? ട്രൈയിങ് ആണ് ചെയ്യുക. കരഞ്ഞിട്ടാണ് കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്, ഒരിക്കലും സംസാരിക്കാനായിട്ട് തുടങ്ങിയില്ല. ദെൻ അതുപോലെ തന്നെ 4 വീക്സ് 4 ആഴ്ച പ്രായമുള്ളപ്പോൾ അവന്റെ തൊണ്ടയിൽ നിന്ന്, ത്രോട്ടിൽ നിന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞെരുക്കങ്ങള്, മൂളലുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. Then the starting point in language development is the child smile and cooing at the age of 16 weeks. അതുപോലെ തന്നെ 16 വീക്സില് കൂയിങ് സൗണ്ടുകൾ, അതായത് ഇതുപോലെ തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ത്രോട്ടിൽ നിന്ന് വരാനായിട്ട് തുടങ്ങുന്നു. 28 വീക്സ് ആവുമ്പോൾ ബാബ്ലിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. Then 14 വീക്സില് അഡൽട്സിനെ പോലെ ബേബി ഓരോ സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവന്റെ സിസ്റ്റത്തിലേക്ക് അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവന്റെ സിസ്റ്റത്തിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. Then around 52 weeks the baby says 2 or more words. 52 ആഴ്ച പ്രായമുള്ളപ്പോൾ കുഞ്ഞ് 2 അതിലധികം വേർഡുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. Then അതുപോലെ തന്നെ 18 monthsൽ the baby combines words from basic sentence pattern. അതായത് ബേസിക് ആയിട്ടുള്ള സെന്റൻസ് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. Around 24 months baby uses simple phrases and understands simple direction. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസുകൾ, സിമ്പിൾ ആയിട്ടുള്ള ഡയറക്ഷൻസ് മീൻസ് എന്താണ്, അതായത് എന്താണ് ഫോർവേഡ്, ബാക്ക്വേർഡ്, അങ്ങനെ അതായത് ഓരോ ഡയറക്ഷൻസിലേക്കും കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ 36 months ആവുമ്പോൾ ചൈൽഡിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് എന്താണ്, പതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും, സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ 4 years ആവുമ്പോൾ കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. 5 years ആകുമ്പോൾ എന്താണ്, മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് എന്താ മറ്റുള്ളവരൊക്കെ ആശ്രയിക്കാതെ, അതായത് തപ്പലും തടയലും ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനാണ് ഇൻഫാന്റൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞ് സ്വയസുദ്ധമായിട്ട്, അതായത് നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന സമയമാണത് 5 years എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ? ഓക്കെ. പിന്നെ അതിന്റെ താഴെ തന്നെ ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. അതായത് കുഞ്ഞിന്റെ എന്താ പറയാ സ്പീച്ച് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതിന്റെ ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒമിഷൻസ്, സ്റ്റട്ടറിങ്, സ്റ്റാമറിങ്, അതൊക്കെ സ്പീച്ച് ഡിസോർഡറുകളാണ്. സംസാരത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ വൈകല്യങ്ങളാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു കുഞ്ഞിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് കുഞ്ഞിന്റെ സ്പീച്ചിന്റെ പാറ്റേൺ ഇവിടെ പറയുന്നുണ്ട്. ഒരാളൊന്ന് റീഡ് ചെയ്യും കേട്ടോ. റസ്മിന ഉണ്ടോ? റസ്മിന റീഡ് ചെയ്യാമോ? ഞാൻ നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ.
Factors influencing language development. The important factors that influence language development are the child's maturity pattern, child's maturity level, or more particularly, his physical and motor development, influence his grammatical behavior at different ages. Around 6 months, her parents heard her producing sound like Baba, Mama, Papa. The development of such letters, similar sounds, is called babbling. Anu's mother is very happy when Anu articulated her first meaningful word, Ma, around the age of 9 months. She had articulated this word on seeing her mother. When a child utters the word milk, it carries a whole sentence in it. Depending on the context, it may mean that the child wants milk or that she is full and does not want any more. Also, one word may be used to name several objects. For example, all four-legged animals may be called by the one word dog. It is gradually she learns the difference and learns to use specific names like cow, goat, and horse. At about 18 months, Anu had a vocabulary of about 50 words. As her second year birthday solicited, Anu could link two words and make sentences like my doll, Papa pen, Mama office, Papa office, etc. By the second birthday, a child can create about 100 words. എന്താ പറയുന്നത് അതിനകത്ത്? എക്സാമ്പിൾ ആയിട്ട് കണക്റ്റഡ് അല്ലേ? അതെ അതെ, കുട്ടികള് ഓരോ സ്റ്റേജസ് എത്തുമ്പോൾ അവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ ആയിട്ട് അനുവിനെ എടുത്തിട്ട് പറയാന്ന്. ആദ്യത്തെ 6 months ആവുമ്പോൾ കുട്ടികള് ബാബ, മാമ, പാപ്പ എന്ന് പറയുന്ന സംഭവങ്ങൾ പറയാൻ തുടങ്ങും. അത് ചിലപ്പോൾ എല്ലാ കുട്ടികളും 6 months കഴിഞ്ഞപാട് പറയണമെന്നില്ല. ചിലപ്പോൾ 8 months ആയിരിക്കും, ചിലപ്പോൾ 9 months ആയിരിക്കും. അതിലെ അനു എന്ന് പറയുന്ന മദർ ഭയങ്കര ഹാപ്പി ആയി. അത് കാരണം അവളെ നോക്കിയിട്ട് ആദ്യമായിട്ട് മാന്ന് 9 month വിളിച്ചപ്പോ, അത് അവളെ നോക്കിയിട്ട് തന്നെ വിളിച്ചപ്പോ മമ്മ എന്ന് വിളിക്കുന്ന രീതിയിലായതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയി. അതുപോലെ മിൽക്ക് കാണുമ്പോഴും മിൽക്ക് എന്ന് പറയുന്നു. വി ചൈൽഡ് അട്ടർ ദ മിൽക്ക്. അത് ചിലപ്പോൾ 2 മീനിങ്ങിലും കുട്ടി പറയും. മിൽക്ക് വേണമെന്നുള്ള രീതിയിലും പറയും, മിൽക്ക് മതി എന്നുള്ള രീതിയിലും ആ മിൽക്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കും. അവർക്ക് കാരണം ആ വേർഡ് മാത്രമേ യൂസ് ചെയ്യാൻ അറിയുള്ളൂ. അതിന് അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ ആക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ 4 കാലുകളുള്ള എല്ലാ ജീവികളെയും ചില സമയങ്ങളിൽ ഡോഗ് എന്നവർ വിശേഷിപ്പിക്കും. പിന്നീടാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അത് കൗ ആണ്, ഗോട്ട് ആണ്, ഹോഴ്സ് ആണ് എന്നുള്ളത് അവർ തരംതിരിച്ച് മനസ്സിലാക്കുന്നത്. About 18 months, Anu had a vocabulary. 18 months ആകുമ്പോഴത്തേക്ക് 15 വേർഡ്സിന്റെ vocabulary ഒരു കുട്ടി അച്ചീവ് ചെയ്യും. അതുപോലെ മാമ, മൈ ഡോൾ എന്നിങ്ങനെ 2 വേർഡ്സ് കണക്ട് ചെയ്ത് പറയാൻ പഠിക്കും. പാപ്പ പെൻ, മാമ ഓഫീസ്, പാപ്പ ഓഫീസ് എക്സെട്ര. അടുത്ത സെക്കൻഡ് ബർത്ത്ഡേ ആവുമ്പോഴേക്ക് അവര് 100 വേർഡ്സോളം ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഈ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാ മനസ്സിലായത്? കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരുണ്ടാക്കുന്ന സൗണ്ട് കൊണ്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ പ്രായത്തിൽ എങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്, സംസാരിക്കാൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടി. അവരുടെ ഇൻഫന്റ് ഏജ് തൊട്ട് അവരുടെ ഒരു ബർത്ത് ലൈഫ്, അതായത് 5 years വരെ എങ്ങനെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നത്. ഓരോ വേർഡ്സും ഓരോ അറ്റർ ചെയ്യുന്ന ഓരോ ടൈമിംഗ് ഉണ്ട്. അത് ചേഞ്ച് ആവുന്നത് ഫസ്റ്റ് ജസ്റ്റ് വൊവൽ ഇങ്ങനെ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യും. നെക്സ്റ്റ് ലെവലിൽ അവരത് വേർഡ്സ് ഫോമായി ലാസ്റ്റ്ലി 5 years ആവുമ്പോൾ ഒരു കംപ്ലീറ്റ് വേർഡ്സ്, ഒരു കംപ്ലീറ്റ് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി അവർ പഠിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഏതൊക്കെ മാസം ആവുമ്പോഴാണ് ഇത്ര വാക്കുകൾ പറയാനും ഒക്കെ കുട്ടി ഏബിൾ ആവുന്നതൊക്കെ മനസ്സിലായി.
പക്ഷെ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന തൊട്ടാണ് ടെൻഷൻ. എക്സാമിന് ഓർത്തിരിക്കില്ലല്ലോ. അത് ഓർത്ത് വെക്കണം കേട്ടോ, അത് നോക്കി വെക്കണം നിങ്ങൾ എത്രയൊക്കെ ഓരോ സമയമാകുമ്പോൾ അവർ അച്ചീവ് ചെയ്യുന്ന വേർഡ്സിന്റെ ആ ഒരു കൗണ്ടിങ് എന്തായാലും വരുമോ മാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ? വരും വരും. എത്ര അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴാണ് അവര് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ത്രോട്ടിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര വീക്സ് ആണ്, അല്ലെങ്കിൽ കൂലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്, പിന്നെ പ്രൈമറി ടെറിട്ടറിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ. അത് അറിയാൻ പറ്റുമല്ലോ. മാപ്പ എന്നൊക്കെ പറയുന്നതാണ് പ്രൈമറി കെയർ ടേക്കറിനെ കുറിച്ച് കുഞ്ഞ് ആദ്യം പറയുന്ന വാക്കെന്ന് പറയുന്നത് അല്ലെ. ആദ്യം തന്നെ അച്ഛ അമ്മ അങ്ങനെ ഫുള്ളായിട്ട് ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവില്ല, ലെറ്റർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് വരിക. ഈ ചാപ്റ്ററിന് മദർ എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് കുറെ കൺഫ്യൂഷൻസ് തീർന്നിട്ടുണ്ടാകും. കാരണം മറ്റുള്ള കുട്ടികളെ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കുട്ടി പറഞ്ഞില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷനും മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടി പറയുന്നില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷനും മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ കുട്ടികൾക്ക് സംസാരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാനും സാധിക്കും, കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിലും നമുക്ക് മനസ്സിലാക്കാം. രണ്ട് രീതിയിലും ഈ ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂട്ടാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. ധാരാളം ഇപ്പൊ അമ്മമാരായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ ആയാലും ഇപ്പൊ ബുക്ക് കൊടുക്കുന്നത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും മൊബൈൽ ഫോണിലും അതുപോലെ ടിവിയിലൊക്കെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ബുക്കുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെ ബുക്കുകളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അതിനോട് താല്പര്യം ഉണർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. എങ്ങനെയെങ്കിലും ചില കുട്ടികൾക്ക് കുറച്ച് അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റു ചില കുട്ടികൾക്ക് അത് ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ഉള്ള കുട്ടികൾക്കാണെങ്കിലും ആ ഒരു കാര്യം, അതായത് ബുക്കുകൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങൾ ആ ബുക്കുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കുഞ്ഞത് മനസ്സിലാക്കാനും കുഞ്ഞിന് ആകാംക്ഷയും അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ബുക്കുകളൊക്കെ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു ഇതാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും ആകാംക്ഷ ഉണ്ടാവും, പല കാര്യങ്ങൾ അറിയാൻ കൗതുകങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബുക്കുകൾ വായിച്ചു കൊടുക്കുമ്പോഴും അവരെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കുമ്പോഴും ആ ഒരു രീതിയിൽ ഇന്നതാണ് ഈ ബുക്കിൽ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നീ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് കുഞ്ഞിനോട് പറയാം. ഓക്കെ, അപ്പോ പതുക്കെ പതുക്കെ ചിലപ്പോ ആദ്യമൊക്കെ കുഞ്ഞ് ഒരു പേജ് പോലും ചിലപ്പോൾ വായിച്ചെന്ന് വരില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും അതിനകത്ത് റീഡ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ എന്ന് എനിക്ക് തോന്നുന്നു സമയം ഉണ്ടാവില്ല, നമുക്ക് തുടങ്ങി ഒന്ന് നോക്കാം അല്ലെ. പാർട്ട് 1 ഒരു ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 4 ആണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഹെഡിങ്ങിൽ തന്നെയുണ്ട്. കുട്ടികളിൽ കോമൺ ആയിട്ട് അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ബാല്യകാലത്ത് ഉണ്ടാകുന്ന ചില പൊതുവായിട്ടുള്ള രോഗങ്ങൾ, എല്ലാ കുട്ടികൾക്കും പൊതുവിൽ ചെറുപ്പകാലഘട്ടത്തിൽ വരുന്ന ചില ഡിസീസസുകളെ കുറിച്ചും അവ എങ്ങനെയാണ് പകരുന്നത് അതിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ചും കൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അത് മതിയില്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ് ചെയ്യുന്നേ? സൈൻ ഔട്ട്
സൈൻ ഔട്ട് പറയാനില്ലേ? ഞാൻ പറയാം, ആരും പറയുന്നില്ല. സ്പീക്കിംഗ് അപ്പ്, പൊതുവായ ആളുകളുടെ ഇടയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ് പറയുന്നത്. I was always quiet. I had ideas, but I kept them inside. I feared being wrong or judged. One day in class, the teacher asked a question. I know the answer. My heart raced, but I raised my hand. My voice shook. But when I spoke right, and more importantly, I felt proud. That moment changed me. I realized speaking up is not about being perfect, it's about being brave. Since then, I have shared my thoughts more often. Some people agree, some don't, but I know longer stay silent, your voice matters. Even if it's quiet, even if it's unsure, every time you speak up, you grow stronger. Thank you, sir. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.